ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മിൽഡർ കേട്ടിട്ടുണ്ടാവും അല്ലേ? മിൽന, ഡർന എന്നുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കണ്ടുമുട്ടുക, കാണുക. ഡർന എന്ന് പറഞ്ഞാലോ ഭയക്കുക അല്ലേ? അപ്പം ഇതിൻ്റെ മുമ്പിൽ നമ്മൾ പൊതുവായിട്ട് കോ പ്രത്യയം ചേർക്കാറില്ല. അതിന് മുൻപിൽ നമ്മൾ ചേർക്കുന്നത് സേ പ്രത്യയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പം മിൽന, ഡർന എന്ന വാക്കുകളുടെ മുമ്പിൽ അത് ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. മിൽ, ഡർ എന്ന വാക്കിന് മുന്നിലായിട്ട് കോ പ്രത്യയം ചേർക്കില്ല. അപ്പം ഞാനിവിടെ കുറച്ച് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ? രോഗി ഡോക്ടർ സേ മില, കണ്ടോ? സേ മില, രോഗി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഇവിടെ കോ എന്ന് ചേർക്കില്ല കേട്ടോ. അപ്പം കാര്യം മനസ്സിലായിക്കോളുക. എന്താ? മിൽ അല്ലെ മിൽന എന്ന വാക്കിൻ്റെ കൂടെ സേ മാത്രമേ ചേർക്കുകയുള്ളൂ എന്ന് ഒരു നിയമമാണ്. അത് നമ്മുടെ ഗ്രാമർ, പ്രത്യേകിച്ചുള്ള ഒരു ഗ്രാമർ തന്നെയാണിത്. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. കോ ചേർത്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഇനി അടുത്തത് വിദ്യാർത്ഥി അധ്യാപക് സേ മില, കണ്ടോ? വിദ്യാർത്ഥി അധ്യാപകനെ കണ്ടു. അധ്യാപക് അഫസർ സേ മിലെ, അധ്യാപകൻ ഓഫീസറെ കണ്ടു. ഉണ്ടോ? പ്രധാനമന്ത്രി രാഷ്ട്രപതി സേ മിലെ, ഉണ്ടല്ലോ? പ്രധാനമന്ത്രി രാഷ്ട്രപതി സേ മിലെ. അപ്പം മിൽ എന്ന ക്രിയക്ക് എന്താ? ബഹുവചനവും സ്ത്രീലിംഗം പുല്ലിംഗം അനുസരിച്ചിട്ട് തന്നെയാണ് വ്യത്യാസം വരുന്നത്, കേട്ടല്ലോ? അപ്പം ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്തതെന്താ? चूहा बिल्ली से डरता है, ഉണ്ടോ? ഇവിടെയും സേ തന്നെ ഒന്ന്. ചൂഹ ബില്ലി സെ ഡർത്താ ഹെ അല്ലേ? എലി പൂച്ചയെ ഭയക്കുന്നു. ചോർ പുലിസ് സെ ഡർത്താ ഹെ, ചോർ കള്ളൻ പോലീസിനെ ഭയക്കുന്നു. മുർഗി സിയാ സെ ഡർത്തി ഹെ, മുർഗി ഡർത്തി, മുർഗി സിയാർ സെ ഡർത്തി ഹെ. അപ്പോൾ ഇവിടെ സഹായക്രിയയിൽ മാറ്റം വരുന്നതാണ്, മനസ്സിലാവുന്നുണ്ടല്ലോ? മുർഗി സിയാർ സെ ഡർത്തി ഹെ. മുർഗി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കോഴീനെ അറിയില്ലേ? മുർഗി, കുറുക്കനെ ഭയക്കുന്നു. സാമ്പ് മോർ സെ ഡർത്താ ഹെ. സാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കുട്ടികളെ? പാമ്പ്. പാമ്പ് മയിലിനെ ഭയക്കുന്നു. ഇനി അടുത്തെന്താ? ഖർഗോഷ് ഷേർ സെ ഡർത്താ ഹെ, ഖർഗോഷ് ഷേർ സെ ഡർത്താ ഹെ. മുയൽ സിംഹത്തിനെ ഭയക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മിൽ, ഡർ എന്ന സഹായക്രിയയോട് കൂടിയിട്ട് കോ പ്രത്യയം ചേർക്കില്ല, സേ പ്രത്യയമാണ് ചേർക്കുക എന്ന്. ഇത് പ്രത്യേകിച്ച് അധികവും പരീക്ഷയ്ക്ക് വരുന്ന സംഭവമാണിത്. പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കിയെടുക്കണം. അപ്പം ഇന്നത്തെ ചെറിയ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായി തൽക്കാലം നിർത്തുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.
താങ്ക് യു.